മുണ്ടക്കൈയിൽ NTRF സംഘത്തിന്റെ മണ്ണുനീക്കി പരിശോധന ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇപ്പോൾ ആന്റണി ജോർജ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. ആന്റണി, ഇപ്പോൾ ശ്വാസത്തിന്റെ ഇതാണ് കിട്ടിയത് എന്നുള്ളൊരു വിവരം കൂടി പുറത്തു വരുന്നുണ്ടല്ലോ. എന്താണ് സൈന്യം നൽകുന്ന ഒരു വിവരം? തീർച്ചയായും ഏറ്റവും ഒരു നിർണായകമായ സൈന്യമല്ല ആ പരിശോധന നടത്തുന്ന അതിൻ്റെ നേതൃത്വം നൽകുന്ന അദ്ദേഹം പറഞ്ഞത് ഇതാണ്. അതായത് ഇന്നിപ്പോൾ നടത്തിയത് നമ്മൾ ഈ ശിരൂരിലൊക്കെ ഉപയോഗിച്ചിരുന്ന GPR ടെക്നോളജിയാണ്, ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ ഉപയോഗിച്ചുള്ള പരിശോധനയാണ് നടന്നത്. അതിൽ നമുക്ക് ഒരു സിഗ്നൽ ലഭിച്ചു. ആ സിഗ്നൽ ലഭിച്ചത് രണ്ട് തരത്തിലുള്ള സിഗ്നലുകളാണ് ഈ മെഷീൻ സാധാരണഗതിയിൽ സെൻസ് ചെയ്യുക. ഒന്ന് ചലനം അല്ലെങ്കിൽ ശ്വാസം. ഈ രണ്ട് സിഗ്നലുകളാണ് ഈ മെഷീന് ഈ റഡാറിന് സെൻസ് ചെയ്യാൻ കഴിയുക. അത് 16 മീറ്റർ വരെ മണ്ണിൽ 16 മീറ്റർ വരെ ആഴത്തിൽ അതിന് പോയി സെൻസ് ചെയ്യാനുള്ള ശേഷി ഉണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്നുള്ളത്. അങ്ങനെ ഇന്നിപ്പോൾ നടത്തിയ പരിശോധനയിൽ ഈ മുണ്ടക്കയിലെ ഈ ബിൽഡിങ്ങിൻ്റെ പുറകുവശത്ത് ഈ റഡാർ നടത്തിയ പരിശോധനയിൽ ഒരു ശ്വാസത്തിൻ്റെ സിഗ്നലാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത്. അത് വളരെ ആശ്വാസകരമായ ഒന്ന് തന്നെയാണ്. പക്ഷേ അത് മനുഷ്യൻ്റേതാണോ മറ്റെന്തിൻ്റെയെങ്കിലും ആണോ എന്നുള്ള കാര്യം ഉറപ്പിക്കേണ്ടതുണ്ട്. ഏതായാലും ആ ഭാഗത്ത് മണ്ണ് നീക്കിയുള്ള പരിശോധന ഇപ്പോൾ തുടരുകയാണ്. ഇനിയിപ്പോൾ ആ മണ്ണ് നീക്കിയ ശേഷം വേറൊരു സൈഡിൽ കൂടി വീണ്ടും പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. പരിശോധന അല്പസമയത്തിനകം തന്നെ നടക്കുകയും ചെയ്യും എന്നുള്ളതാണ്. ഏതായാലും ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിവരമാണ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. അത് ശ്വാസത്തിൻ്റെ സിഗ്നൽ, മണ്ണിനടിയിൽ ഒരു ശ്വാസത്തിൻ്റെ സിഗ്നൽ ലഭിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതിലേറ്റവും വലിയ ഒരു നമ്മളെ സംബന്ധിച്ച്, മുണ്ടക്കൈയെ സംബന്ധിച്ച് ജീവൻ്റെ ഒരു തുടിപ്പ് ആ മണ്ണിനടിയിലുണ്ട് എന്നുള്ളത് ഒരു വലിയ ആശ്വാസം നൽകുന്ന ഒരു വലിയ കാര്യം തന്നെയാണ്. ഏതായാലും അത് ഉണ്ടാകുന്നു എന്നുള്ളതാണ്. ശ്വാസത്തിൻ്റെ സിഗ്നൽ ഈ മിഷൻ GPR ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന മിഷൻ സെൻസ് ചെയ്തിരിക്കുന്നു. അതിപ്പോൾ ഇനിയുള്ളത് ആ പ്രദേശത്തെ ഇമേജ് അല്ലെങ്കിൽ ആ സിഗ്നൽ ലഭിച്ച ശ്വാസത്തിൻ്റെ സിഗ്നൽ ലഭിച്ച ആ പ്രദേശത്ത് മണ്ണ് നീക്കി അത് ആ ഭാഗത്തേക്ക്, സിഗ്നൽ ലഭിച്ച ആ ഭാഗത്തേക്ക് എത്തുക എന്നുള്ളതാണ്. ഏതായാലും ആ ഭാഗം ഒന്നും കൂടി ഉറപ്പിക്കാനായി ഇപ്പോൾ വീണ്ടും അവിടെ മണ്ണ് മാറ്റിയുള്ള പരിശോധന, മണ്ണ് മാറ്റിയുള്ള പരിശോധന അവിടെ തുടരുന്നുണ്ട്. അതിന് കുറച്ചപ്പുറത്തേക്ക് കൂടി മാറി വീണ്ടും ഒരു പരിശോധന ഇപ്പോൾ നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഏതായാലും അതും ഇപ്പോൾ നടക്കുന്നുണ്ട്. വീണ്ടും പരിശോധിക്കുകയാണ്. ഇപ്പോൾ ആ പരിശോധന നടക്കുമ്പോൾ ഇനിയും സിഗ്നൽ, അതിനൊരു സ്ട്രെങ്ത് ആയിട്ടുള്ള സിഗ്നൽ, കുറച്ചുകൂടി ഉറപ്പിക്കാൻ കഴിയുന്ന സിഗ്നൽ കിട്ടുമോ എന്നുള്ളതാണ് പരിശോധിക്കുന്നത്. ഏതായാലും വളരെ ആശ്വാസകരമായി ഇന്ന് രാവിലെ പല സ്ഥലങ്ങളിൽ ഈ റഡാർ ഉപയോഗിച്ചുള്ള പരിശോധന നടന്നിരുന്നു. പക്ഷേ അവിടെ ഒന്നും ഒരു സിഗ്നലും ലഭിച്ചിരുന്നില്ല. ഇവിടെ ഈ മുണ്ടക്കൈ അങ്ങാടിയോട് ചേർന്നുള്ള ആ പ്രദേശത്തെ ഒരു കെട്ടിടം അവിടെ ബാക്കിയുണ്ട്. ആ കെട്ടിടത്തിന് പുറകിലുള്ള പ്രദേശത്താണ് ആ സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഇതാദ്യമായാണ് ഇത്തരമൊരു സിഗ്നൽ ലഭിച്ചിരിക്കുന്നത്. ഏതായാലും വെറും സിഗ്നൽ അല്ല ലഭിച്ചിരിക്കുന്നത്, അതൊരു ശ്വാസത്തിൻ്റെ സിഗ്നൽ, ഒരു മനുഷ്യൻ്റെ അല്ലെങ്കിൽ ഒരു ജീവൻ്റെ തുടിപ്പ്, ഒരു ശ്വാസത്തിൻ്റെ സിഗ്നലാണ് ഇപ്പോൾ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ എന്ന ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് നടത്തിയ പരിശോധനയിൽ ലഭിച്ചിരിക്കുന്നത്. എന്തായാലും വളരെ ആശ്വാസകരമായ വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. ഇപ്പോൾ പരിശോധന നടന്നുകൊണ്ടിരിക്കുകയാണ്. മുണ്ടക്കൈയിൽ ശ്വാസത്തിന്റെ സിഗ്നൽ എന്ന് തന്നെയാണ് ഇപ്പോൾ സൈന്യം നൽകുന്ന ഒരു വിവരം. NTRF സംഘം മണ്ണു നീക്കിയുള്ള ഒരു പരിശോധനയൊക്കെ അവിടെ നേരത്തെ തന്നെ നടത്തുന്നുണ്ടായിരുന്നു. ഇനി ഇരുട്ടിലേക്ക് നീങ്ങുന്നതിന് മുൻപ് ജീവന്റെ തുടിപ്പ് കണ്ടെത്താനാകട്ടെ എന്ന് തന്നെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അത് മൃഗമായിക്കോട്ടെ മനുഷ്യനായിക്കോട്ടെ എന്നുള്ളൊരു നിഗമനവും പറയുന്നുണ്ട്. അത് എന്തായാലും അത് എത്രയും പെട്ടെന്ന് തെരച്ചിൽ ദൗത്യം പൂർത്തിയാക്കട്ടെ എന്ന് തന്നെയാണ് ആഗ്രഹിക്കുന്നത്.